പല്ലു. പണ്ട് ഉരുണ്ട കുന്നുകൾക്കും തിളങ്ങുന്ന നദിക്കും ഇടയിൽ ഉള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു മാന്ത്രിക പൂന്തോട്ടം ഉണ്ടായിരുന്നു. മോഹപൂന്തോട്ടം എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. മറ്റു പൂന്തോട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ പൂന്തോട്ടത്തിൽ പ്രവേശിച്ച് ശുദ്ധമായ ഒരു ആഗ്രഹം സ്മരിച്ചാൽ അത് സാക്ഷാത്കരിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഒരു ദിവസം അടുത്ത ഗ്രാമത്തിലുള്ള ലില്ലി എന്ന കുട്ടി ആ ഗ്രാമത്തിലെ മുതിർന്നവരിൽ നിന്ന് ഈ പൂന്തോട്ടത്തെ പറ്റി കേൾക്കുവാൻ ഇടയായി. കഥയിൽ കേട്ടത് ശരിയാണോ എന്നറിയാൻ അവൾക്ക് ആഗ്രഹമായി. ആ മാന്ത്രിക പൂന്തോട്ടം കണ്ടെത്താൻ തീരുമാനിച്ചുറച്ച് അവൾ യാത്രയായി. വനത്തിലൂടെ അവൾ നടന്നു. കുറേ നടന്ന് നദി മുറിച്ചു കടന്നു. അപ്പോൾ അതാ കുന്നുകൾ. അവൾ അതൊന്നും വകവയ്ക്കാതെ ആ കുന്നു കയറി ഇറങ്ങി. അങ്ങനെ ഒടുവിൽ അവൾ മാന്ത്രിക പൂന്തോട്ടത്തിന്റെ കവാടത്തിലെത്തി. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവൾ വല്ലാത്ത വിസ്മയത്തിലാണ്ടുപോയി. സങ്കല്പിക്കാൻ കഴിയുന്ന എല്ലാ നിറത്തിലുമുള്ള പൂക്കൾ, വായുവിൽ മധുരവും ആകർഷകവുമായ സുഗന്ധം നിറഞ്ഞു. പൂന്തോട്ടത്തിന്റെ മധ്യത്തിൽ അതിമനോഹരമായ ജലധാര, സൂര്യപ്രകാശത്തിൽ വജ്രം പോലെ തിളങ്ങുന്ന വെള്ളം. ലില്ലി ജലധാരയുടെ സമീപത്തേക്ക് നടന്നു. അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവളുടെ ഹൃദയം പ്രതീക്ഷയാൽ നിറഞ്ഞു. അവൾ കണ്ണുകൾ അടച്ച് കൈകൾ കൂട്ടിപ്പിടിച്ച് മന്ത്രിച്ചു, എൻ്റെ ഗ്രാമത്തിന് എപ്പോഴും ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവളുടെ ആഗ്രഹം പറഞ്ഞു തീർന്നപ്പോൾ തന്നെ വെള്ളം തിളങ്ങാൻ തുടങ്ങി. നിന്റെ ആഗ്രഹം ശുദ്ധവും ദയയുള്ളതുമാണ്, അത് നിറവേറും എന്ന് മൃദുവും ശ്രുതിമധുരവുമായ ഒരു ശബ്ദം പൂന്തോട്ടത്തിൽ പ്രതിധ്വനിച്ചു. സന്തോഷത്താൽ നിറഞ്ഞ ലില്ലി തുള്ളിച്ചാടിക്കൊണ്ട് മോഹപൂന്തോട്ടത്തിന് നന്ദി പറഞ്ഞു. അവൾ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി. അവിടെ എത്തിയപ്പോൾ വറ്റിപ്പോയിരുന്ന നദി സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളത്താൽ ഒഴുകുന്നതും വയലുകളിൽ വിളകളും ഫലവൃക്ഷങ്ങളും സമൃദ്ധമായിരിക്കുന്നതും അവളെ അത്ഭുതപ്പെടുത്തി. ഗ്രാമവാസികൾ അത്ഭുതവും ആഹ്ലാദവും കൊണ്ട് ആനന്ദനൃത്തമാടി. മഹത്തായ വിരുന്നൊരുക്കി അവർ ആ അത്ഭുതം ആഘോഷമാക്കി. അവളുടെ ഗ്രാമത്തിന് സമൃദ്ധി കൊണ്ടുവന്ന പെൺകുട്ടിയായി ലില്ലി ഓർമ്മിക്കപ്പെട്ടു. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. Thank you. Subscribe.